നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദ ഐഡിയ ഓഫ് നേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പക്ക ക്ലിയർ ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ അവസാനത്തിൽ കുറച്ച് PYQ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടോപ്പിക്കിൽ തന്നെയുള്ള കുറച്ച് പിക്ചേഴ്സ്, അത് ഞാൻ പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ചിട്ടും ആ ഫ്രഞ്ച് റെവല്യൂഷനിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ്, അത് നമ്മുടെ മേക്കിംഗ് ഓഫ് നാഷണലിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഐഡിയാസിനെ കുറിച്ചിട്ടും പിന്നെ നെപ്പോളിയനിക് കോഡും അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രഞ്ച് റെവല്യൂഷൻ 1789 നടന്ന ഫ്രഞ്ച് റെവല്യൂഷൻ ആണ് ദ ഫസ്റ്റ് ക്ലിയർ എക്സ്പ്രഷൻ ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫ്രാൻസിന് ഈ ഒരു മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പിൽ നല്ലൊരു റോൾ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലിയർ എക്സ്പ്രഷൻ ഓഫ് നാഷണലിസം ഫ്രഞ്ച് റെവല്യൂഷനിൽ തന്നെയാണ് വന്നത്. നമുക്കറിയാം ഫ്രാൻസിന്റെ ഹിസ്റ്ററി നമ്മൾ 9th പഠിച്ചതാണ്. എന്താണ്, ആദ്യം അവിടെ ലൂയി 16 ആയിരുന്നു റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മൊണാർക്കിയൽ റൂളിൽ നിന്നും. പിന്നെ അതിനെ ഡിപ്പോസ് ചെയ്തിട്ട് കോമൺ സിറ്റിസൺസ് ഫോം ചെയ്ത ഒരു അസംബ്ലിയാണ് നാഷണൽ അസംബ്ലി. എന്നിട്ട് നാഷണൽ അസംബ്ലി അത് സൊസൈറ്റിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു. ആക്റ്റീവ് സിറ്റിസൺസ്, പാസീവ് സിറ്റിസൺസ് എന്നൊക്കെ പേരിൽ ആൾക്കാരെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരിൽ നാഷണൽ അസംബ്ലിയും അത് അത്ര നല്ല രീതിക്കല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ ഒരു ജാക്കോബിൻ ക്ലബ്ബ് ഫോം ചെയ്തു. ആ ഒരു ജാക്കോബിൻ ക്ലബ്ബ് റൂൾ ചെയ്ത ടൈമിന് റീൻ ഓഫ് ടെറർ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡയറക്ടറി റൂൾ ചെയ്തു. പിന്നെ ഡയറക്ടറി കൊലാപ്സ് ചെയ്തപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഡിക്റ്റേറ്റർഷിപ്പ് ഇമ്പോസ് ചെയ്തിട്ട് ഫ്രാൻസിൽ റൂൾ ചെയ്തു. അപ്പോൾ നെപ്പോളിയന് ഒരു നെപ്പോളിയനിക് കോഡ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് അയാൾ ഫ്രാൻസിൽ അതേപോലെ അയാൾ കോൺകർ ചെയ്ത മറ്റ് ടെറിട്ടറീസിലുമൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്രഞ്ച് റെവല്യൂഷണറീസ് നാഷണലിസ്റ്റ് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത ഐഡിയാസ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് ഒരു എക്സ്പ്രഷൻ ഓഫ് നാഷണലിസം ഇറ്റ് കെയിം വിത്ത് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു ഐഡിയാസ് എന്തൊക്കെയായിരുന്നു അത് നമ്മൾ നോക്കുമ്പോൾ, ഫസ്റ്റ് വൺ, നമ്മൾ മറ്റെവിടെയും കാണാത്ത, യൂറോപ്പിൽ മറ്റെവിടെയും സംഭവിക്കാത്ത ഒരു കാര്യമായിരുന്നു മൊണാർക്കിയിൽ നിന്നും പവർ അല്ലെങ്കിൽ സോവറിനിറ്റി കോമൺ സിറ്റിസൺസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ഫസ്റ്റ് സംഭവിച്ചത് ഫ്രഞ്ച് റെവല്യൂഷനിലാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് സോവറിനിറ്റി ഫ്രം മൊണാർക്കി ടു കോമൺ സിറ്റിസൺസ്. പിന്നെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്, ലാ പാട്രി ആൻഡ് ലാ സിറ്റോയിൻ, ദ ഫാദർലാൻഡ് ആൻഡ് ദ സിറ്റിസൺ എന്ന് പറയുന്ന രണ്ട് ഐഡിയാസും ഈ ഒരു നാഷണലിസം എന്ന് പറയുന്ന ഒരു ഐഡിയനെ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നാഷണൽ സെന്റിമെന്റ്സ് ഷേപ്പ് ചെയ്യാൻ ഈ രണ്ട് ഐഡിയാസും സഹായിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മീനിങ്ങും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അന്ന് ആ ഒരു ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക മൊണാർക്കിയൽ റൂൾ ഉണ്ടായിരുന്ന ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ബോഡിയാണ് എസ്റ്റേറ്റ്സ് ജനറൽ. ഓരോ എസ്റ്റേറ്റ്സിൽ നിന്നും ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ബോഡിയാണ് എസ്റ്റേറ്റ്സ് ജനറൽ. ആ ഒരു ഹിസ്റ്ററി ഒക്കെ നമുക്കറിയാം, ഫ്രഞ്ച് റെവല്യൂഷന്റെ ഹിസ്റ്ററി. അതിൽ തേർഡ് എസ്റ്റേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവിന് മാത്രം പ്രത്യേകിച്ച് വോയിസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരായിരുന്നു കിങ്ങും മറ്റ് 3 എസ്റ്റേറ്റ്സിലെ മറ്റ് 2 എസ്റ്റേറ്റ്സിലെ ആൾക്കാരും കൂടി ആയിരുന്നു എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ 9th പഠിച്ചില്ലേ. എസ്റ്റേറ്റ്സ് ജനറലിനെ അവർ റീനെയിം ചെയ്ത് നാഷണൽ അസംബ്ലി ആക്കി, വിച്ച് വർ ടു ബി വോട്ടഡ് ബൈ ആക്റ്റീവ് സിറ്റിസൺസ്. ആക്റ്റീവ് സിറ്റിസൺസും പാസീവ് സിറ്റിസൺസുമായിട്ട് നാഷണൽ അസംബ്ലി ഈ ഒരു സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ആക്റ്റീവ് സിറ്റിസൺസിന് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. റൈറ്റ് ടു വോട്ട് വാസ് ഓൺലി ലിമിറ്റഡ് ടു ദ ആക്റ്റീവ് സിറ്റിസൺസ്. പാസീവ് സിറ്റിസൺസിൽ നോൺ പ്രോപ്പർട്ടീഡ് സെക്ഷൻസ് ഓഫ് മെന്നും വുമനും ഒക്കെ ആയിരുന്നു അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഡിനൈഡ് ആയിരുന്നു. അപ്പോൾ എസ്റ്റേറ്റ്സ് ജനറലിനെ നാഷണൽ അസംബ്ലി ആക്കി, അത് ആക്റ്റീവ് സിറ്റിസൺസ് വോട്ട് ചെയ്യുന്ന രീതിക്കായിരുന്നു. പിന്നെ ഫ്രാൻസിൽ മറ്റൊരു ന്യൂ ഫ്രഞ്ച് ട്രൈ കളർ ഫ്ലാഗ് കൊണ്ടുവന്നു. അതായത് ആദ്യം ഉണ്ടായിരുന്ന ഓൾഡ് ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റോയൽ ഫ്ലാഗിനെ റിപ്ലേസ് ചെയ്തിട്ട് ഒരു പുതിയ ഫ്രഞ്ച് ഫ്ലാഗ് അവിടെ കൊണ്ടുവന്നു. പിന്നെ പുതിയ പുതിയ ഹിംസും, അതായത് നേഷൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നേഷന് വേണ്ടിയിട്ടുള്ള ഹിംസ് കമ്പോസ് ചെയ്തു. ഓത്സ് വർ ടേക്കൺ ആൻഡ് മാർട്ടിയേഴ്സ് വർ കമമറേറ്റഡ്. ഇങ്ങനത്തെ മാറ്റങ്ങളും പിന്നെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം
ഇപ്പോൾ നമ്മുടെ കൺട്രിയിൽ സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ മിക്ക മേജർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ ഇന്റേണൽ കസ്റ്റം ഡ്യൂട്ടീസും ഡ്യൂസും ഒക്കെ അബോളിഷ് ചെയ്തു. അവിടെ സാധാ സിറ്റിസൺസിന് മേലിൽ ഒരുപാട് ടാക്സസും ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അബോളിഷ് ചെയ്തു. പിന്നെ മറ്റൊരു പ്രശ്നം യൂറോപ്പിൽ എല്ലാം മോസ്റ്റ് ഓഫ് കൺട്രീസിലും യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ഒരുപാട് യൂണിറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ ഒരു റീജിയനിൽ നിന്നും മറ്റൊരു റീജിയനിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് യൂണിറ്റ്സ് ഇങ്ങനെ കവർ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് മീറ്റർ. ഒരു മീറ്റർ നമുക്കറിയാം 100 സെന്റിമീറ്റർ ആണെന്ന്. പക്ഷേ യൂറോപ്പിൽ ഡിഫറെൻറ്റ് റീജിയൻസിലും അതിന് ഡിഫറെൻറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ആയിരുന്നു. ചിലപ്പം ഇത് എക്സാമ്പിൾ ആണ് കേട്ടോ, ഒരു മീറ്റർ തന്നെ ആയിരുന്നില്ല. ചിലപ്പോൾ ഒരു മീറ്റർ 101 സെന്റിമീറ്റർ ആയിരിക്കും ഒരു റീജിയനിൽ, ചിലപ്പോൾ അത് 90 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഓരോ റീജിയൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മെഷർമെന്റ്സിന് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ കാര്യത്തിൽ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു യൂണിഫോം സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയാൻ പറ്റും. പിന്നെ ഓരോ റീജിയൻസിലും ഡിഫറെൻറ്റ് കറൻസീസ് ആയിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് കറൻസീസ് ആകുമ്പോൾ അതും ബുദ്ധിമുട്ടാണ്, ട്രേഡിങ്ങിനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷന്റെ ടൈമിൽ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്സ് ഫോർ വെയിറ്റ് ആൻഡ് മെഷർമെന്റും ഒരു കോമൺ കറൻസിയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഫ്രഞ്ച് അത് ഫ്രാൻസിൽ കോമൺ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അത് ഫ്രഞ്ച് തന്നെ നാഷണൽ ലാംഗ്വേജ് ആയിട്ടും അവിടെ കൊണ്ടുവന്നു. പിന്നെ റീജിയണൽ ഡയലക്ട്സ് ഒക്കെ ഡിസ്കറേജ് ചെയ്തു. സാധാ റീജിയണൽ ഡയലക്ട്സ് ഉണ്ടാവും, അതൊക്കെ ഡിസ്കറേജ് ചെയ്തിട്ട് ഫ്രഞ്ച് അത് കോമൺ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നാഷണൽ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്തു. പിന്നെ ഫ്രഞ്ച് റെവല്യൂഷണറീസ് അവർ ഫർദർ ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് വാസ് ദ മിഷൻ ഓഫ് ഫ്രഞ്ച് നേഷൻ ടു ലിബറേറ്റ് ആൻഡ് ഹെൽപ്പ് അതർ പീപ്പിൾ ഓഫ് യൂറോപ്പ് ടു ബിക്കം നേഷൻസ്. അവർ വെറും ഫ്രാൻസിനെ മാത്രമല്ല യൂറോപ്പിലുള്ള മറ്റ് കൺട്രീസിലെ ആൾക്കാരെയും ലിബറേറ്റ് ചെയ്യുന്നത് അത് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷണറീസിന്റെ മിഷനാണ്, ഫ്രഞ്ച് നേഷന്റെ മിഷനാണെന്ന് അവർ ഫർദർ ഡിക്ലെയർ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വക ഐഡിയാസ് ആണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ ടൈമിൽ എന്താണ് നാഷണൽ സെന്റിമെന്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായത്. ഇനി നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഡയറക്ടറി റൂള് കൊളാപ്സ് ചെയ്തതിന് ശേഷം താൻ സ്വയം അവിടുത്തെ റൂളർ ആണെന്ന് പറഞ്ഞ് പ്രൊക്ലെയിം ചെയ്ത് വന്ന ഒരാളാണ് ആര്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പോൾ അയാൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനൊക്കെ അയാൾ ഫ്രാൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിലൊക്കെ അത് അയാൾ കോൺകർ ചെയ്തിട്ടുള്ള പുതിയ ടെറിട്ടറീസിലേക്കും അയാൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെപ്പോളിയന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അയാൾ കോൺകറർ ആയിരുന്നു. യൂറോപ്പിൽ ഉള്ള മറ്റ് കൺട്രീസ്, ഫ്രാൻസിൽ അയാൾ ഡിക്റ്റേറ്റർ ആയിരുന്നു, യൂറോപ്പിലുള്ള മറ്റ് കൺട്രീസിനെയൊക്കെ അയാൾ കോൺകർ ചെയ്ത് ഓരോ ടെറിട്ടറീസ് അയാളുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഫ്രാൻസിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന മറ്റ് ടെറിട്ടറീസിലേക്കും അയാൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിസ്റ്റം കൂടുതൽ എഫിഷ്യൻറ്റും സ്മൂത്തും ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1804 അയാൾ കൊണ്ടുവന്ന സിവിൽ കോഡ് അല്ലെങ്കിൽ നെപ്പോളിയനിക് കോഡിനെ കുറിച്ചിട്ടാണ് അടുത്ത പറയാനുള്ളത്. ഈ ഒരു കോഡിനകത്ത് അയാൾ ആ ഒരു ടൈമിൽ അയാളുടെ നെപ്പോളിയന്റെ റൂളിന്റെ ആ ഒരു ടൈമിൽ വന്ന അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഡിസ്കസസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് അണ്ടർ നെപ്പോളിയൻസ് റൂൾ. നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ്: ഇക്വാലിറ്റി ബിഫോർ ലോ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഗിൽഡ് റെസ്ട്രിക്ഷൻസ് ഇൻ ടൗൺസ് റിമൂവ് ചെയ്തു. എന്താണ് ഗിൽഡ് സിസ്റ്റം എന്ന് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, അതൊരു റെസ്ട്രിക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷനെ അത് റിമൂവ് ചെയ്തു, ഈ ഒരു നെപ്പോളിയനിക് കോഡ് റിമൂവ് ചെയ്തു. പിന്നെ അവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഇക്വാലിറ്റി ബിഫോർ ലോ. ഫ്യൂഡൽ സിസ്റ്റം അബോളിഷ് ചെയ്തു. പിന്നെ പെസൻസിനൊക്കെ ഒരുപാട് ഡ്യൂസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, സെർഫ്ഡം ആൻഡ് മെനോറിയൽ ഡ്യൂസ് ഒക്കെ. ഇതിൽ നിന്നൊക്കെ പെസൻസിനെ ഫ്രീ ചെയ്തു. സെക്യൂർഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരുന്നു, അതിനെ സിംപ്ലിഫൈ ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് കൊണ്ടുവന്നു, ഒരു കോമൺ കറൻസിയും കൊണ്ടുവന്നു. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലും നെപ്പോളിയനിക് കോഡ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്രയൊക്കെയാണ് ഈ ഒരു നെപ്പോളിയനിക് കോഡിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് പറയാൻ പറ്റും. ഇത്രയും അഡ്വാൻറ്റേജസ് ആണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമൊക്കെ ഈ ഒരു ഫ്രഞ്ച് ആർമീസിനെ ഇവർ കോൺകർ ചെയ്യുന്ന അവരുടെ കയ്യിലാക്കുന്ന ടെറിട്ടറീസിൽ ആദ്യമൊക്കെ ഈ ഫ്രഞ്ച് ആർമീസിനെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്ന ഹാർബിംഗേഴ്സ് ഓഫ് ലിബർട്ടി എന്നായിരുന്നു. അതായത് ഇവരെ ലിബറേറ്റ് ചെയ്യാനുള്ള ആൾക്കാരായിട്ടായിരുന്നു ആദ്യമൊക്കെ ഇവര്
കോൺകർ ചെയ്യുന്ന ടെറിട്ടറീസിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ ഫ്രഞ്ച് ആർമീസിന്റെ ശരിക്കുള്ള ഒരു ഉദ്ദേശം പിന്നീടാണ് അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ബിക്കോസ് ഈ ഒരു നെപ്പോളിയനിക് കോഡിൽ വന്ന ചേഞ്ചസ് ചിലതൊക്കെ അവർക്ക് എതിരായപ്പോൾ അവർക്ക് മനസ്സിലായി ശരിക്കും അത്ര നല്ല ഉദ്ദേശമല്ല ഈ ഒരു ഫ്രഞ്ച് ആർമീസിന് ഉള്ളതെന്ന്. അപ്പോൾ ഇനീഷ്യലി വെൽക്കംഡ് ആസ് ഹാർബിംഗേഴ്സ് ഓഫ് ലിബർട്ടി, ദ ഫ്രഞ്ച് ആർമീസ് വർ ലേറ്റർ സബ്ജക്റ്റഡ് ടു ഹോസ്റ്റിലിറ്റി. എന്തായിരുന്നു അതിന്റെ കാരണം? എന്തൊക്കെയാണ്? ഇൻക്രീസ്ഡ് ടാക്സേഷൻ ആൻഡ് സെൻസർഷിപ്പ്. ടാക്സ് ഇൻക്രീസ് ചെയ്തു. പിന്നെ അതോടൊപ്പം തന്നെ സെൻസർഷിപ്പ് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ പ്രസ്സിന്റെ മേലിലൊക്കെ ഉള്ള കൺട്രോൾ, എന്തൊക്കെ ന്യൂസ് പേപ്പറിൽ അടിച്ചു വിടണം, എന്തൊക്കെ പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ ഗവൺമെന്റിന് അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു അതോറിറ്റിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു റൈറ്റ് ആണ് സെൻസർഷിപ്പ്. അപ്പോൾ ടാക്സസ് ഇൻക്രീസ് ചെയ്തു, അതേപോലെ സെൻസർഷിപ്പ് ലോ ഇമ്പോസ് ചെയ്തു. പിന്നെ ഫ്രഞ്ച് ആർമീസിലേക്ക് അവർ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഫോഴ്സ്ഫുള്ളി റിക്രൂട്ട് ചെയ്തു. വിമനെയും പാസീവ് സിറ്റിസൺസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അവർക്ക് നല്ല അൺഈക്വൽ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റും നെപ്പോളിയനിക് കോഡ് ഒരുപാട് നല്ല ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ഡിസഡ്വാൻറ്റേജസ് അതിന്റെ അഡ്വാൻറ്റേജസിനെ ഔട്ട്വേ ചെയ്യുന്ന രീതിയിലായിരുന്നു. ഇനി മോർ ടു നോ എന്നുള്ള സെക്ഷനിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിലെ പിക്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ആൻഡ്രിയസ് റബ്മാൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് 1798 ഡിസൈൻ ചെയ്ത ഒരു ജർമ്മൻ ആൽമനക്കിൻ്റെ കവർ പേജാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ദ ഇമേജ് ഓഫ് ദി ഫ്രഞ്ച് ബാസ്റ്റൈൽ ബീങ് സ്റ്റോംഡ് ബൈ ദ റെവല്യൂഷണറി ക്രൗഡ് ഹാസ് ബീൻ പ്ലേസ്ഡ് നെക്സ്റ്റ് ടു എ സിമിലർ ഫോർട്രസ് മെന്റ് ടു റെപ്രസെന്റ് ദ ബാഷൻ ഓഫ് ഡെസ്പോട്ടിക് റൂൾ ഇൻ ദ ജർമ്മൻ പ്രോവിൻസ് ഓഫ് കാസൽ. അതായത് ഫ്രഞ്ച് ബാസ്റ്റൈൽ നമുക്കറിയാലോ ആ ഒരു ഡെസ്പോട്ടിക് റൂളിൻ്റെ ഒരു സിമ്പലായിരുന്നു ഫ്രാൻസിൽ. അതിൻ്റെ ഫസ്റ്റ് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ആ ഒരു ബാസ്റ്റൈൽ സ്റ്റോം ചെയ്ത് ആൾക്കാർ അതിനെ ഇല്ലാതാക്കുന്നതിലൂടെ ആയിരുന്നു. അപ്പോൾ ഒരു ഫ്രഞ്ച് ബാസ്റ്റൈൽ സ്റ്റോം ചെയ്യുന്ന ഇവൻറ്റ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് സിമിലർ ആയിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ജർമ്മൻ ഫോർട്ടിൻ്റെ തകർച്ചയെ ആണ് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈ ഒരു ഡിസൈനർ കാണിച്ചു തന്നിട്ടുള്ളത്. ആൻഡ്രിയസ് റബ്മാൻ ഈ രണ്ട് ഇവൻറ്റ്സും അയാളുടെ ആ ഒരു ജർമ്മൻ ആൽമനക്കിൻ്റെ കവറിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആൽമനക്ക് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ഇങ്ങനത്തെ ഒരു ഫോം ഓഫ് റെപ്രസെൻറ്റേഷനെയാണ് ആൽമനക്ക് എന്ന് പറയുന്നത്. പ്രിൻറ്റ് കൾച്ചർ ആ ഒരു ചാപ്റ്ററിൽ ആൽമനക്കിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ accompanying the illustration is the slogan, the people must seize their own freedom. അപ്പോൾ ഈ ഒരു സ്ലോഗൻ അക്കമ്പനി ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്ലോഗനാണത്. പിന്നെ റബ്മാൻ എന്ന് പറയുന്ന ഡിസൈനർ അയാൾ മെയിൻസ് എന്ന് പറയുന്ന സിറ്റിയിലായിരുന്നു ജീവിച്ചത്. അയാളൊരു ജർമ്മൻ ജാക്കോബിൻ ക്ലബിൻ്റെ മെമ്പറായിരുന്നു. അപ്പോൾ ഇത്രേ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ഈ ഒരു പിക്ചർ കണ്ട അത് ആര് വരച്ചു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം. ആൻഡ്രിയസ് റബ്മാൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് വരച്ചതാണെന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതെന്താണ്, എന്തിനെ കുറിച്ചിട്ടാണ് അത്രമാത്രം അറിഞ്ഞാൽ മതി. ഫ്രഞ്ച് ബാസ്റ്റൈൽ സ്റ്റോം ചെയ്യുന്ന ഇവൻറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് ജർമ്മനിയിൽ നടന്ന ഒരു സിമിലർ ഇവൻ്റാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു പിക്ചറിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി ഈ കാണുന്ന ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഇത് പ്ലാന്റിംഗ് ഓഫ് ദ ട്രീ ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന ആ ഒരു ഇവൻ്റാണ് ഇതിൽ കാണിക്കുന്നത്. സ്വേബ്രുക്കൻ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു സ്ഥലത്ത് ട്രീ ഓഫ് ലിബർട്ടിൻ്റെ പ്ലാന്റിംഗ് ആണ് ഇതിൽ കാണിക്കുന്നത്. കാൾ കാസ്പർ ഫ്രിറ്റ്സ് ആണ് ഈ ഒരു ഇവൻറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രഞ്ച് സോൾജേഴ്സ് ജർമ്മനിയിൽ കാണിച്ച കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഈ ഒരു പെയിൻറ്റർ ഉദ്ദേശിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഇതാണ് നെപ്പോളിയനിക് കോഡിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഞാനിവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇനി ഈ സൈഡിൽ കാണുന്നത് കൊറിയർ ഓഫ് റൈൻലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു പിക്ചർ ഒരിക്കലും ലീവ് ചെയ്യാൻ പാടില്ല. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഈ ഒരു പിക്ചർ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത് വായിക്കാതെ വിടരുത്. 1830 ബാറ്റിൽ ഓഫ് ലിപ്സിഗിൽ നിന്നും നെപ്പോളിയൻ ആ ഒരു ബാറ്റിൽ തോറ്റതിന് ശേഷം അയാൾ ഒരു പോസ്റ്റ്മാൻ്റെ രീതിക്കാണ് ഇങ്ങനെ ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ബാറ്റിൽ ഓഫ് ലിപ്സിഗിൽ അയാളുടെ ഡിഫീറ്റിന് ശേഷം അയാൾ തിരിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ ദ കൊറിയർ ഓഫ് റൈൻലാൻഡ് ലൂസസ് ഓൾ ദാറ്റ് ഹി ഹാസ് ഓൺ ഹിസ് വേ ഫ്രം ലിപ്സിഗ്. ബാറ്റിൽ ഓഫ് ലിപ്സിഗ് 1813 അത് മനസ്സിലാക്കാം. പിന്നെ ഇതിൽ ഇയാൾ ഒരു പോസ്റ്റ്മാൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അയാളുടെ ബാഗിൽ നിന്നും ഒരുപാട് കൊറിയേഴ്സ് ഇങ്ങനെ താഴത്തേക്ക് വീഴുന്നത് കാണാൻ പറ്റും, ലെറ്റേഴ്സ് താഴത്തേക്ക് വീഴുന്നത്. അപ്പം ആ ഒരു ലെറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാറുള്ളത്. ഈച്ച് ലെറ്റർ ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് ഹിസ് ബാഗ് ബെയർസ് ദ നെയിംസ് ഓഫ് ദി ടെറിട്ടറീസ് ഹി ലോസ്റ്റ്.
ആ ബാഗിൽ നിന്നും വീഴുന്ന ഓരോ ലെറ്റേഴ്സിലും അയാൾക്ക് ആ ഒരു ബാറ്റിൽ ഓഫ് ലിപ്സിക്കിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം ലൂസ് ചെയ്ത അയാൾക്ക് നഷ്ടപ്പെട്ട ടെറിട്ടറീസിന്റെ പേരാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു പിക്ചറും അതിൻ്റെ അണ്ടറിലുള്ള കാര്യം നല്ല വൃത്തിക്ക് വായിച്ച് മനസ്സിലാക്കണം. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗിൽഡ് സിസ്റ്റമിനെ കുറിച്ചിട്ട്. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്നത് സെയിം റിസോഴ്സസും അല്ലെ സെയിം പ്രൊഫഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിനെയാണ് ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലുള്ള കാസ്റ്റ് സിസ്റ്റം ഒക്കെ പോലെ ഒരു ഗിൽഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ മേലിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതാണ് ഗിൽഡ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ സെർഫ്ഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് സ്ലേവറി വിത്ത് ഡെപ്റ്റ് ബോണ്ടേജ്. ഇനി മെനോറിയൽ ഡ്യൂസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്തോ ഒരു ഫീ ആണ്, ഒരു ഡ്യൂ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ ഫീസ് ദാറ്റ് പെസൻസ് ഓർ ഫാമേഴ്സ് അല്ലെങ്കിൽ സെർവ്സ് എന്ന് പറയാൻ പറ്റും. പെസൻസ്, ഫാമേഴ്സ്, സെർവ്സ് ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അത് നോബിൾസിന് പേ ചെയ്യുന്ന ഒരു ഫീ ആണ്. അവരെ ലാൻഡ് ലോഡ് സൈഡിലെ നോബിൾസിന് അവർ പേ ചെയ്യേണ്ട ഒരു ഫീ ആണ് മെനോറിയൽ ഡ്യൂസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് PYQ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് പക്ക ക്ലിയർ ആയിരിക്കും. ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആ ഒരു ടോപ്പിക്കിലുള്ള പിക്ചേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പിന്നെ നെപ്പോളിയനിക് കോഡിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഐഡിയാസ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കുക. വാട്ട് സ്റ്റെപ്സ് ഡിഡ് ദ ഫ്രഞ്ച് റെവല്യൂഷണറീസ് ടേക്ക് to create a sense of collective identity among the French people? CBSE 2020, 2017 പിന്നെ NCERT ടെക്സ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. What steps did the French revolutionaries take to create a sense of collective identity among the French people? അതായത് ഫ്രഞ്ച് പീപ്പിളിൻ്റെ ഉള്ളിൽ ഒരു സെൻസ് ഓഫ് കളക്റ്റീവ് ഐഡൻറ്റിറ്റി, അതെന്താണ്? നാഷണലിസം എന്ന് പറയും. സെൻസ് ഓഫ് കളക്റ്റീവ് ഐഡൻറ്റിറ്റിനെയാണ് നാഷണലിസം എന്ന് പറയുന്നത്. നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് ബിലോങ്ങിങ്ങിൻ്റെ ഒരു ഫീലിംഗ് ആണ്. നമ്മളെല്ലാവരും ഒരുപോലെയാണ്, നമ്മൾക്ക് എന്തോ തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ്, ഒരു കളക്റ്റീവ് ഐഡൻറ്റിറ്റി. അതാണ് എന്ത് നാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് പീപ്പിളിന് അവരുടെ ഇടയിൽ എങ്ങനെയാണ് ഫ്രഞ്ച് റെവല്യൂഷണറീസ് ഒരു നാഷണലിസം ക്രിയേറ്റ് ചെയ്തത്, അതിന് എന്തൊക്കെ സ്റ്റെപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, നമ്മൾ ആ ഒരു പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ട്രാൻസ്ഫർ ഓഫ് സോവറിനിറ്റി ഫ്രം മൊണാർക്കി ടു കോമൺ സിറ്റിസൺസ്, ഐഡിയാസ് ഓഫ് ലാ പാട്രി ആൻഡ് ലാ സിറ്റോയൻ, പിന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് ചോസൺ ആസ് ദി കോമൺ ലാംഗ്വേജ്, റീജിയണൽ ഡയലക്ട്സ് വർ ഡിസ്കറേജ്ഡ്, ഇന്റേണൽ ഡ്യൂട്ടീസ്, കസ്റ്റം ഡ്യൂട്ടീസ് ഇതൊക്കെ അബോളിഷ് ചെയ്തു, ഫ്യൂഡൽ സിസ്റ്റം അബോളിഷ്ഡ്, പിന്നെ പ്രിവിലേജസ് ബേസ്ഡ് ഓൺ ബർത്ത് ഇതൊക്കെ അബോളിഷ് ചെയ്തു. അപ്പം ആ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇത് മിക്ക ടൈംസിലും 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരാറുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കുക. നെപ്പോളിയൻ ഇൻ ദ ഗിവൻ പിക്ചർ ഇസ് ഡിപ്പിക്റ്റഡ് ആസ് എ പോസ്റ്റ്മാൻ. വാട്ട് ഡു ഈച്ച് ലെറ്റർ ഫോളിംഗ് ഫ്രം ഹിസ് ബാഗ് റെപ്രസെൻറ്റ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ഒരു ഓരോ ലെറ്ററും ഇറ്റ് ബെയർസ് ദ നെയിംസ് ഓഫ് ദ ടെറിട്ടറീസ് ലോസ്റ്റ് ബൈ ഹിം. ഓപ്ഷൻ സി. അടുത്തത്, which of the following revolutions is called as the first expression of nationalism? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് പോയിന്റ് ആണ്. ഫസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് നാഷണലിസം കെയിം വിത്ത് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ ആണ് ആൻസർ. ഇനി ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് ഓപ്ഷൻ. ഇത് ആക്ച്വലി ഞാൻ പാർട്ട് 1 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Absolutist, a vision of society. Utopian, a form of government. Plebiscite, a system of direct vote. Suffrage, a system of holding elections. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് പാർട്ട് അതൊന്ന് ജസ്റ്റ് പോയി കണ്ടുനോക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വൃത്തിക്ക് വായിക്കുക. അതിൽ സൈഡ് ബോക്സസ് ഒന്നും വിടാതെ വായിച്ച് നോക്കുക. അതിൽ ഈ ഓരോ ടേംസിൻ്റെ മീനിങ്ങും ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് പ്ലെബിസൈറ്റ് ആണ്, സിസ്റ്റം ഓഫ് ഡയറക്റ്റ് വോട്ട്. ഞാൻ ഫസ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു റീജിയനിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്റ്റ് വോട്ടിനെയാണ് പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റാൻഡ് കറക്റ്റ് അബൌട്ട് ദി സ്റ്റാച്യു ഓഫ് ലിബർട്ടി? അപ്പോൾ ഇതും ആക്ച്വലി ആ ഒരു ഫസ്റ്റ് പാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്.
സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് MCQസും അതേപോലെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. The Statue of Liberty holds the torch of enlightenment and bears the Charter of Rights of Man in her hand. അത് കറക്റ്റ് ആണോ? ജസ്റ്റ് നമ്മൾ കറക്റ്റ് ആണോ എന്ന് ടിക്ക് ചെയ്ത് പോവാം. സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ കയ്യിൽ ടോർച്ച് ഓഫ് എൻലൈറ്റ്മെൻറ്റും ചാർട്ടർ ഓഫ് റൈറ്റ്സ് ഓഫ് മാനും ഉണ്ട്. യെസ്, അപ്പോൾ ഫസ്റ്റത്തെ കറക്റ്റ് ആണ്. ഇനി ഫ്രെഡറിക് സൊറയു പെയിൻറ്റഡ് ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇൻ ഹിസ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക്സ്. ആക്ച്വലി അതും കറക്റ്റ് ആണ്. ഓക്കെ, ഫ്രെഡറിക് സൊറയോ ആണ് അയാളുടെ ആ ഒരു പെയിൻറ്റിങ്ങിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിനെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇസ് സിറ്റുവേറ്റഡ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബിക്കോസ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രാൻസിലല്ല സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്, അത് USA ലിബർട്ടി ഐലൻഡിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അടുത്തത്, അപ്പോൾ ഇത് തെറ്റാണ്. അടുത്തത്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇസ് അലഗറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വാല്യൂ ഓഫ് ലിബർട്ടി. അത് നമുക്കറിയാം, ഞാനത് ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി വാല്യൂ ഓഫ് ലിബർട്ടിൻ്റെ ഒരു അലഗറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് ഉണ്ടാവും, അത് ഞാൻ മറന്നതാണ് കേട്ടോ. 1 and 3 ഓൺലി, 1, 2 and 4 ഓൺലി, 2, 3 and 4 ഓൺലി, പിന്നെ 1, 2, 3 and 4 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ 1, 2 and 4 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ യൂണിറ്റ് 1 കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഈ ഫ്രാൻസ് ഹിസ്റ്ററി ജസ്റ്റ് ഒരു ഓവർവ്യൂ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങാനും മറന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രഞ്ച് റെവല്യൂഷൻ ഐഡിയാസ്, നെപ്പോളിയനിക് കോഡ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ പിക്ചേഴ്സ്. അത് പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പിക്ചേഴ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു കൊറിയർ ഓഫ് റൈൻലാൻഡിൻ്റെ ആ ഒരു പിക്ചറാണെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസിനെ കുറിച്ചിട്ടും ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തു. പിന്നെ ഒരു 5-6 PYQ ക്വസ്റ്റ്യൻസ്, 5 PYQ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്.